ശ്രീ അജിതൻ നമ്പൂതിരി, മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്ന ഭാഗവത ഹംസത്തിൻ്റെ ജീവചരിത്രകാരൻ. എളുപ്പമാണല്ലേ ജീവചരിത്രം എന്ന് പറയുമ്പോൾ? എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്ങനെ ഒരു പുസ്തകത്തിനുള്ളിലേക്ക് ഇദ്ദേഹത്തെ ആവാഹിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. കാര്യമായിരുന്നു, കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയായിരുന്നത്. കാരണം മള്ളിയൂരിൻ്റെ നമ്മളൊരു ജീവിതം ഒന്ന് ചെറിയൊരു വാക്യത്തിൽ പറയുകയാണെങ്കിൽ, ചിന്തിക്കുന്നതേ പ്രവർത്തിക്കാവൂ, ചിന്തിക്കുന്നതേ പറയാവൂ, പറയുന്നതേ പ്രവർത്തിക്കാവൂ, പ്രവർത്തിക്കുന്നതേ പ്രചരിപ്പിക്കാവൂ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നല്ലൊരു ഋജുരേഖ പോലെ, ഒരു നേർരേഖ പോലെ ശുദ്ധമായിരുന്നു. അപ്പോൾ രണ്ട് ജീവിതം ഇല്ലായിരുന്നു. നമ്മുടെ ഇന്നത്തെ കാലത്തുള്ള പ്രശ്നം അതാണല്ലോ, പേഴ്സണൽ ലൈഫ് ഒന്ന്, പബ്ലിക് ലൈഫ് ഒന്ന്, സ്പിരിച്വൽ ലൈഫ് വേറൊന്ന്. ഇതന്ന് അങ്ങനെയല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ തുടർച്ചയായിരുന്നു പബ്ലിക് ലൈഫും. അതുകൊണ്ട് ഒളിച്ചു വെക്കേണ്ടതായിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ മള്ളിയൂർ ക്ഷേത്രത്തെ, ഈ ഗണപതിയെ വൈഷ്ണവ ഗണപതിയാക്കിയ ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ, സോഷ്യൽ മീഡിയയുടെ കണ്ണെത്താത്ത ഒരു തലമുണ്ട്. അത് ഈ ഭാഗവതഹംസം മള്ളിയൂരിൻ്റെ ജീവിതത്തിലെ ആ ചെറുപ്പ കാലഘട്ടമായിരുന്നു. അദ്ദേഹം അനുഭവിച്ച സംഘർഷം, ആ ആത്മരോധനം എന്ന് തന്നെ പറയാം. ഒരു 20 വയസ്സ് വരെ രാമകൃഷ്ണ പരമഹംസരെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു. എന്താ വേണ്ടത് എന്നുള്ള ഒരു സംഘർഷത്തിലായിരുന്നു അദ്ദേഹം. അവിടെ നിന്നാണ് വൈഷ്ണവ ഗണപതിയാക്കി ഗുരുവായൂരപ്പനെ. അദ്ദേഹം വിഷ്ണു ഭക്തനായിരുന്നു. മള്ളിയൂര് ശരിക്കും വിഷ്ണു ഭക്തൻ തന്നെയാണ്. അദ്ദേഹം ഉടനീളം പറഞ്ഞിരുന്നു, അദ്ദേഹം ഞാൻ എവിടെയും കാണുന്നത് ഹരിയെ തന്നെയാണ്, ഗുരുവായൂരപ്പനെയാണ് ഞാൻ എവിടെയും കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഗണപതി പറഞ്ഞാൽ എന്നാൽ ഗുരുവായൂരപ്പനെ എന്നിൽ കണ്ടോളൂ. ഗണപതിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഈ മോദകത്തിൻ്റെ ഇതുപോലെ ഷേപ്പ് എങ്ങനെ മാറ്റാവുന്ന ഒരു രൂപമാണ്. എക്സാക്ട്ലി ലൈക്ക് ബ്രെയിൻ. ഏത് രീതിയിലും നമുക്ക് ഗണേശനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഗണേശനെ, അതുകൊണ്ടാണല്ലോ ഈ ഗണേശ സ്തുതി തന്നെ ഒരു ശുക്ലാം പരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം. ആ ശ്ലോകം കേൾക്കുമ്പോൾ അത് വിഷ്ണു സ്തുതിയാണെന്ന് തോന്നും. സത്യത്തിൽ അത് ഗണേശ സ്തുതിയാണ്. പ്രസന്നവദനാണ്, അതായത് ഒരു ആനയുടെ മുഖഭാവം അല്ലെങ്കിൽ പ്രസന്നഭാവമായിട്ടുള്ള മുഖഭാവം എന്നൊക്കെ പറയാം. ഏതായാലും ആ വൈഷ്ണവ ഗണപതിയെ സാളഗ്രാമം മുമ്പിൽ വെച്ച് ആരാധിച്ച് ഭാഗവതം ചൊല്ലി കേൾപ്പിച്ച ഗണപതിയെ മതം മാറ്റി വൈഷ്ണവ ഗണപതിയാക്കി അദ്ദേഹം. അതൊരു ഭക്തന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാൻ കഴിയാത്തൊരു സംഗതി. ശ്രീകോവിലിനുള്ളിൽ മൂലമന്ത്രം മാത്രമേ പാടുള്ളൂ എന്നുള്ള, പക്ഷെ അത് ഒരുപക്ഷെ ഹിന്ദുധർമ്മത്തിൽ മാത്രം കഴിയുന്ന ഒന്നാവാം, അല്ലെങ്കിൽ മള്ളിയൂരിനെ പോലെ പൂർണ്ണ അർത്ഥത്തിൽ ഉപാസിക്കുന്ന ഒരാൾക്ക് മാത്രം കഴിയുന്ന ഒന്നാവാം. എൻ്റെ ഭക്തി ഇതാണ്, എൻ്റെ ഉപാസന ഇതാണ്, എൻ്റെ ഗണപതിക്കൊപ്പം ഞാൻ ഉണ്ണിക്കണ്ണനെ ഇരുത്തുന്നു, ഗുരുവായൂരപ്പനെ ഇരുത്തുന്നു, ഗണപതിയോട് ഉണ്ണിക്കണ്ണൻ്റെ വിശേഷം പറയുന്നു. അവിടെ ഒരേ സമയം വിഘ്നേശ്വരൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും ചൈതന്യം നിറയുന്നു, അല്ലേ? അതെ. അല്ല, ഇവിടെ കൃഷ്ണഭക്തന്മാർക്കുള്ള ഒരു പ്രത്യേകത അതാണ്. ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നിയമം ഉണ്ടാക്കുക എന്നതിനേക്കാളേറെ നിയമം ബ്രേക്ക് ചെയ്യുന്നതിൽ ഇഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ ഇവിടെ മൂലമന്ത്രം മാത്രമേ ശ്രീകോവിലിനുള്ളിൽ, പ്രതിഷ്ഠാമൂർത്തിയുടെ മൂലമന്ത്രം, അതുപോലെ പുഷ്പങ്ങൾ, ഇതിലെല്ലാം വ്യവസ്ഥയുണ്ട്. അതെ, അങ്ങനെയുള്ള അഹിതമായിട്ടുള്ള ഒരു പുഷ്പങ്ങളും ഇവിടെ സ്വീകരിച്ചില്ല. ഗണപതിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളൊക്കെ സ്വീകരിച്ചു. പക്ഷേ മൂലമന്ത്രം എന്നുള്ളത് പതുക്കെ അങ്ങ് മാറ്റി. എന്തുകൊണ്ട് മാറ്റിയെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കും അറിയില്ല. എന്താ അദ്ദേഹം പറഞ്ഞത്? എനിക്കും അറിയില്ല. ഞാനിവിടെ വന്നു, എനിക്ക് അന്നത്തെ കാലത്ത് അത് 20-21 വയസ്സ് പ്രായമുള്ള ഒരു യുവാവാണെന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് ആകെ കിട്ടിയ നിധി ഭാഗവതമാണ്. ആ ഭാഗവതം തനിക്ക് കിട്ടിയ നിധി ഗണപതി കൂടെ പകർന്നു കൊടുത്തു. ഗണപതി പറഞ്ഞു ഇരിക്കുക അവിടെ, എനിക്കും ഇഷ്ടമാണ്. അങ്ങനെയാണ് ഗണപതിയുടെ മടിയിൽ ഒരു ഉണ്ണികൃഷ്ണൻ വന്നത്. അതൊരു ജനറേഷൻ്റെ ഇതാണ്, അല്ലേ? നമ്മൾ ഈ ജനറേഷൻ ടു ജനറേഷനിലേക്ക് നമ്മൾ ഈ മനീഷി, ഗണപതി എന്ന് പറയുന്നത് ഒരു വിവേകത്തിൻ്റെ, ബുദ്ധിയുടെ, സിദ്ധിയുടെ ഒരു ബിംബമാണല്ലോ. അപ്പോൾ ആ ഒരു പകർച്ച അതല്ല നമുക്കിപ്പോൾ മള്ളിയൂരിൽ കാണാനായിട്ട് കഴിയുന്നത്. വൈഷ്ണവ ഗണപതിയുടെ സങ്കല്പം. ഇവിടെ വിഷ്ണു ചൈതന്യമാണ് എവിടെയും, ഗണപതിയുടെ രൂപത്തിലുള്ള വിഷ്ണു.